വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഡ്രീം വേൾഡ്. അതല്ലേ സ്വാമി ശർമ്മ. എന്താണ് ഇത് ദേവിക്കുള്ള കടും പായസം. അങ്ങനെയല്ല, ഇതെന്നാന്ന് എന്തിനാക്കുന്നേ? ദേവിക്ക് സമർപ്പിക്കാം. എന്തിനു വേണ്ടി ദേവിക്ക് ഞാൻ പറയാം. അപ്പൊ ഇന്ന് ഏട്ടന്റെ കെട്ടുന്നറിയാണ്. അപ്പൊ അതിന് ആരാക്കുന്ന അപ്പം അതിന് വേണ്ടി ഏട്ടൻ പണിയെടുക്കുന്നതാണ് ഇപ്പൊ കാണിച്ചത്. ഇത് നമ്മളെ കുഞ്ഞമ്മയാണ്. ഹലോ പറ. ഹലോ. ഭക്തജനങ്ങളൊക്കെ എന്നാക്കുന്നത് ഇതെന്നാക്കുന്നെന്ന് പറഞ്ഞു കൊടുക്ക. എന്തിന് അതും കൂടെ പറ. എന്തിനാ? ദേവിയുണ്ട്, ദേവിക്ക് കടുംപായസം വെക്കണം, എന്നിട്ട് വേണം കെട്ട് നിറയ്ക്കാൻ. അപ്പൊ ഇന്ന് ഇവരെ കെട്ടുന്നറിയാം 6 മണിയല്ലാകുമ്പോ തുടങ്ങും. 6 മണിയാകുമ്പോ കെട്ടുമറ തുടങ്ങും. കുടുംബദേവി ക്ഷേത്രമല്ല, കുടുംബദേവി ഇവിടെ ഉണ്ട്. അപ്പൊ കുടുംബദേവിക്ക് കടുംപായസം വെച്ചിട്ട് വേണം കെട്ടിറക്കാൻ. ഓക്കെ. അത് ഇപ്പൊ അടി പിടിക്കൂലോ. അപ്പൊ ഇത് ഇവിടെ നടക്കട്ടെ. നെക്സ്റ്റ് നമ്മളെ പരിപാടി കണ്ട. ഇത് ഫുള്ള് ഞാനാക്കിയത്. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കലട്ടെ. ഇത് മറ്റേ കരിന്തുളസി, ഇത് മറ്റേ സാദാ തുളസി, ഇത് ചെത്തിപ്പൂ മറ്റേ മുട്ട് മാറ്റിയത്, ഇത് നമ്മൾ കോർത്ത മാലയാണ് കേട്ടോ. ഇതണ്ട മറ്റേ ഇനിഷട്ട് ഇന്നേനും പറയാം അമ്പലല്ലേ. ഇത് മറ്റേ സ്വാമീൻ്റെ അമ്പലം. ഇവിടുന്ന് പണിയെടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്ക്. ആരുമില്ല, ഇങ്ങോട്ട് നോക്ക്. ആ വ്ളോഗ്. ഇത് നെയ്തേങ്ങ നരക്കുന്ന, നെയ്തേങ്ങ നരക്കുന്നല്ല, നെയ്തേങ്ങക്കുള്ള തേങ്ങ ചുരണ്ടെന്ന്. ഇതാ ചുരണ്ടുന്നത്. ഇങ്ങനെയാണ് ചുരണ്ടു. വെള്ളത്തിൽ മുക്കും ചുരണ്ടും. എന്നാ ഇങ്ങോട്ട് നോക്കിക്കോ, നോക്കിക്കോ. ശരി. എന്താ ഇവിടുന്ന് ഫോണ് കളിക്കുന്ന ഒരു പണി എടുക്കുന്നില്ല. നമുക്ക് അടുത്ത പരിപാടി. അപ്പോൾ ഇതൊക്കെ കെട്ടുന്നറ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്ട. വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് ദേവീൻ്റെ അടുത്ത് നിന്ന് വിളക്കും എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക്, അതായത് നമ്മൾ ഉണ്ടാക്കിയ അമ്പലത്തിലേക്ക് വരുത്താട്ട. അയ്യപ്പനൊക്കെ പ്രതിഷ്ഠിച്ച അമ്പലമാണ് അത്. മറ്റേ വാഴേൻ്റെ തണ്ടില്ലേ, ആ സംഭവം കൊണ്ടാണ് അമ്പലമാക്കിയത്. അപ്പോൾ എല്ലാ അകത്തും പുറത്തും ഗണപതിക്കും ശിവനും ഒക്കെ വിളക്ക് വെക്കലാണ്. അപ്പം വിളക്ക് വെക്കി കഴിഞ്ഞാൽ അപ്പം ഇതാണ് കേട്ടോ അമ്പലം. ദേവീൻ്റെ പ്രതിഷ്ഠ, അതായത് കുടുംബദേവി ഭദ്രകാളിയുടെ പ്രതിഷ്ഠ ഈ റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും വർഷത്തിൽ ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ കെട്ടുനിറയുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇതാ ഓരോരുത്തരെയായിട്ട് കെട്ടുനിറ. ഇവർ 3 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പം ഓരോരുത്തരെയായിട്ട് കെട്ടുനിറക്കാണ്. പിന്നെ ഇതാ ഓരോരുത്തരെ കെട്ടിൽ അരി ഇടുകയാണ് കേട്ടോ. ഇത് അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തുന്ന അരിയാണ്. അപ്പോൾ അത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പ്രകാരം നമ്മൾ ഓരോ കെട്ടിലും അരി, നമ്മളെ ഇട്ട അരി അത് സന്നിധാനത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ ഇട്ടുകറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ എല്ലാവരും സ്വാമിമാർക്കുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിറ്റത്തെ ദിവസം പുലച്ചയ്ക്കാണ്, അതായത് രാത്രിക്ക് കെട്ട് നിറച്ചിട്ട് രാവിലെയാണ് അവർ കെട്ട് നിറച്ചെടുത്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പം തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അവർ രാവിലെയാണ്, പുലർച്ചയ്ക്ക് 3 മണിക്കാണ് കെട്ട് നിറച്ച് പോകുന്നത്. കെട്ട് നിറച്ചിട്ടല്ല, അതായത് തേങ്ങയൊക്കെ ഉടച്ചിട്ട് പോകുന്നത്. നമ്മള് ഇപ്പോ കത്തിപ്പടുത്ത് തിരൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് കെട്ടുന്നാങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പമ്പയിലെത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അമ്പലത്തിലൊന്നും കയറുന്നില്ല, നേരെ സ്ട്രെയിറ്റ് ശബരിമല. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ശബരിമലയിൽ മറ്റേ അമ്പലങ്ങളിലൊക്കെ കയറുന്നത്. ഗുരുസ്വാമി ഗുരുസ്വാമി അവിടെ ഉണ്ടല്ലോ, വിളിച്ചിരിക്കുക. സമയം നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പാ. സോറി, അത് AC തണുപ്പാ. സോറി പറയില്ല സ്വാമി.
ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം, ചമ്പ്രവട്ടം പാലം എന്ന് പറയുന്നത് കേട്ടോ. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഏകദേശം അറിയോ? എത്ര കിലോമീറ്റർ ഒന്നും അറിയത്തൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല, നല്ല വെയിലായതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല എത്ര ദൂരം ഉണ്ടെന്ന്. ഡാമും കൂടിയല്ലേ ഇത്? ഡാമിൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ട് ഇവിടെ. ഷട്ടർ ചമ്പ്രവട്ടം പാലം. നീളം നല്ല നീളമുണ്ടല്ലേ. ഒരു അറ്റത്ത് നടന്നു കഴിഞ്ഞാൽ എത്ര നടക്കേണ്ടി വരില്ലേ? ഒരു മിനിറ്റും 31 സെക്കൻഡ് കൊടുത്തു പാലം ക്രോസ് ചെയ്യാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എരുമേലിലെത്തി. കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്ക് ഈ സമയത്ത് നമ്മൾക്ക് പമ്പയിലെത്തേണ്ടതായിരുന്നു. അപ്പോൾ എരുമേലി നമ്മൾ കാർ നിങ്ങൾ പേട്ട തുള്ളുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മളിനി ഏതെങ്കിലും ഗ്യാങ്ങിലൂടെ പേട്ട തുള്ളാൻ പോവാണ്. നമ്മൾ 3 പേരുള്ളൂ. ഇത് ഇളയ ഗുരുസ്വാമി, മുമ്പിൽ പോയി മൂത്ത ഗുരുസ്വാമി പോയി. അപ്പോൾ നിങ്ങൾക്ക് പേട്ട തുള്ളുന്നതെല്ലാം കാണിച്ചു തരാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, മഴയെല്ലാം ഉണ്ട്. ഗുരുസ്വാമി വഴക്ക് പറയുന്നു, അങ്ങനെ വഴക്ക് പറയുന്ന ഗുരുസ്വാമി കേട്ടോ. സ്വാമിയെ സമയപ്പോ അതായത് ധർമ്മശാസ്ത്ര ക്ഷേത്രം, പേട്ടാതി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇതാണ് വാവൽസ്വാമിയുടെ പള്ളി കേട്ടോ, മുസ്ലിം പള്ളിയാണ് വരുന്നത് കേട്ടോ. അയ്യപ്പന്മാർ അതിലേക്ക് കയറിയാ വരുക. ഇതിലേക്ക് കയറിയിട്ട് വാവൽസ്വാമിനെ കണ്ടിട്ടാണ് വരിക. ഉടക്കിയ സ്ഥലം കേട്ടോ. ഇതിൻ്റെ ചരിത്രം എന്താ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തിരക്കിനിടയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ എരുമേലിയിൽ എന്തിനാ അയ്യപ്പന്മാർ വരുന്നതെന്നും പേട്ട തുള്ളുന്നിങ്ങനെ അനുസരിച്ച് പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഭക്തജനങ്ങൾക്ക് ചുക്കുവെള്ളം കൊടുക്കുന്നുണ്ട്. മഴയുണ്ട് കേട്ടോ ഗായ്സ്. തേങ്ങ ഉടച്ചതാണ്, ചുക്ക് കാപ്പി. ഗുരുസ്വാമിയും ചെറിയ ഗുരുസ്വാമിയും വലിയ ഗുരുസ്വാമിയും തിരക്ക് കുറവാണ്. ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്.
എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണിത്. അപ്പോൾ ഈ ഒരു എരുമേലി ക്ഷേത്രത്തിൽ നമ്മൾ എന്തിനാ അയ്യപ്പന്മാർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലൊരു സംയോജനമാണല്ലോ. അപ്പോൾ അതായത് ഈ വാവൂർസ്വാമി അയ്യപ്പസ്വാമി തമ്മിലുള്ള സൗഹൃദമാണ് ഇവിടെ പേട്ട തുള്ളി, അതായത് നേരത്തെ ചായനം വെച്ച് പക്ഷികളെല്ലാം തൂക്കി ഒരു എന്താ പറയുക ആ ഒരു പ്രതീതി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാവൂർസ്വാമി ഒരു മറ്റ് മതസ്ഥനായതുകൊണ്ട് അയ്യപ്പസ്വാമി പറയുകയാണ്, ഞാൻ ഇങ്ങനെ കാനനത്തിൽ ഇങ്ങനെ 18 ശബരിമലയിൽ കൂടി ഇരിക്കുമ്പോൾ എന്നെ കാണുന്ന ഭക്തർ നിന്നെ കണ്ടിട്ട് വേണ്ടി മാത്രമേ എൻ്റെ അടുത്ത് വരുള്ളൂ. അതായത് അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായിട്ട് ആ സമയത്തിൽ ഒന്നിക്കുകയാണ്. ഒരു യുദ്ധത്തിന് ശേഷം അയ്യപ്പസ്വാമി ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം വാവൂർസ്വാമി മനസ്സാന്തരപ്പെടുവാണ്. ഞാൻ എന്നെ അദ്ദേഹത്തെ അർപ്പിച്ച ശേഷമാണ് വാവൂർസ്വാമി ഇങ്ങനെ രണ്ട് സൗഹൃദത്തിലാകുന്നത്. അങ്ങനെയാണ് വാവൂർസ്വാമിക്ക് വേണ്ടി എരുമേലിൽ ഒരു ക്ഷേത്രം പണിയുകയും ഒരു പള്ളി പണിയുകയും അയ്യപ്പസ്വാമി ഭക്തജനങ്ങൾ ഈ വാവൂർസ്വാമിയെ കണ്ടിട്ട് പമ്പ വഴിയാണ് ശബരിമലയിൽ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഐതിഹ്യം ചുരുക്കി പറയുകയാണ്. പല രീതിയിൽ ഐതിഹ്യം വരുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഞാൻ അറിഞ്ഞ ഒരു ഐതിഹ്യമാണ്. വേറെ എന്തെങ്കിലും ഐതിഹ്യം അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാൻ വന്നുപോയി. ഈ എരുമേലിൽ വരുമ്പോഴത്തേക്കും, അതായത് കന്നിസ്വാമികൾ ആദ്യമായിട്ട് പോകുന്ന അയ്യപ്പന്മാർ ശരം എടുത്ത് തുള്ളിയിട്ട് ആ ശരം കൊണ്ടുപോയിട്ട് ശരംകുത്തിയിൽ കൊണ്ട് കുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാം കന്നികാർ പോകുമ്പോൾ ശരവും, രണ്ടാം കാർ പോകുമ്പോൾ വാളും, മൂന്നാമത് പോകുമ്പോൾ ഗതയും. ഇങ്ങനെയാണ് മൂന്നാം കന്നി വരെയാണ് ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പേട്ട തുള്ളുമ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ എക്സ്പോസ് ചെയ്യുക. ചിലർ തലയിൽ ഇങ്ങനെ ശരം കുത്തി വെച്ചിട്ടുണ്ടാവും, ചിലരുടെ കയ്യിൽ വാളുണ്ടാവും, ചിലരുടെ കയ്യിൽ ഗതയുണ്ടാവും. അപ്പോൾ ഓരോ കാറ്റഗറി, ഓരോ 1, 2, 3 എന്ന രീതിയിൽ 3 വരെ പോയവർ, മൂന്നാമത്തെ തവണ പോകുന്നവരാണെങ്കിൽ ഗത പോകുന്നത്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറയാൻ വിട്ടു അതിനകത്ത്. ഇത് എരുമേലിയിൽ നിന്ന് പേട്ട തുള്ളി വന്നിട്ട് ആ ചായ എല്ലാം കുളിക്കാനുള്ള സെറ്റപ്പാട്ടോ. കുളിസീനാണ് പക്ക പറഞ്ഞു കഴിഞ്ഞാൽ. ഗുരുസ്വാമി പറയുന്നത് ഇവിടുന്ന് കാല് കഴി മേലെല്ലാം കഴി പോകണം എന്നാണ് ചടങ്ങുന്നത്. ഇത് എരുമേലിയിലെ പാർക്കിംഗ് കേട്ടോ. പൈസ നോക്കണം പാർക്ക് ചെയ്യണമെങ്കിൽ. നമ്മൾ ഏകദേശം ഇവിടുന്ന് വിടാൻ പോക്കാണ്. കാല് കഴിയട്ടെ. ഡീ പെണ്ണേ, ഒരു പെണ്ണ് പോകുന്നുണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ അറിയത്തില്ലേ? ഓ സോറി, ഇത് ആണായിരുന്നു. ഇതിന്റെ സീക്രട്ട് പറഞ്ഞു തരൂലെന്നാ പറഞ്ഞേട്ടാ, ഈ മുടി വളർന്നതിന്റെ സീക്രട്ട്. അതേസമയം നമ്മളിനി പമ്പയിലേക്ക് പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പമ്പയിലേക്ക് പോകാം. വണ്ടിയുടെ റെഡിയായി നിൽക്കാൻ ഇനി നേരെ പമ്പയിലേക്ക് ബാക്കി കാഴ്ച അവിടുന്ന് കാണാം. രാമേശ്വരം പമ്പയിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്നാ പറയുന്ന കേട്ടിന്. നിങ്ങൾക്ക് പമ്പയിൽ ബലിയിട്ട് വേണം ഇനി സന്നിധാനത്തിലേക്ക് കയറാൻ. എങ്ങനെയാണെന്ന് നോക്കാം. പമ്പ നദിയിലാണ്. പമ്പ നദി ഇങ്ങനെ നദി പമ്പ. ഇത് മൈക്രോഫോണൊക്കെ കപ്പാസിറ്റി കോപ്പിറൈറ്റ് വരും. ഈ ട്യൂണ് നമ്മൾ കോപ്പിറൈറ്റ് വരും. നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. അത്യാവശ്യം മോശം തിരക്കുണ്ട്. ആവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ബലിയിട്ട് വേണം നമുക്ക് പോകാൻ. സ്വാമി ശരണം. നമ്മൾ വിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബലിയിടാൻ വേണ്ടിയുള്ള ഇവിടെ ബലിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുവാണ്. ഇനി കാരണന്മാർക്കുള്ള ബലി വരണം. കുളിച്ച് ഈറിനോടെ വന്ന് ബലി ഇടണം. സ്വാമി ശരണം.
നമ്മൾ ഏകദേശം മല ചവിട്ടാൻ കയറി. ഏകദേശം പമ്പയിൽ നിന്ന് നമ്മളിപ്പോൾ വർഷത്തിൽ വഴി കയറി. ഗുരുസ്വാമിയെല്ലാം അടുത്തുണ്ട്. മോശപ്പെട്ട തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ അയ്യപ്പനെ കണ്ട അയ്യപ്പനെ പന്തളരാജാവിന് കിട്ടിയ സ്ഥലം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. അത് തിരിച്ചു വരുമ്പോൾ കാണിക്കാമെന്നായിരിക്കും. സമയം കിട്ടിയാൽ കാണിക്കാം. ഞാൻ എൻ്റെ പരിമിതികൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ചിലത്തൊക്കെ പ്രൊഹിബിറ്റഡ് ആയ കുറച്ച് ഏരിയാസ് ഉണ്ട്. സ്വാമിശർമ്മ ഊട്ടുകഞ്ഞ സമയത്തേക്ക് തൃശൂർ അത്തിക്കാട് നിന്ന് സ്വാമി ദർശനത്തിന് വന്ന സ്വാമിശർമ്മ ഊട്ടുകഞ്ഞ സമയത്തേക്ക് തൃശൂർ അത്തിക്കാട് എന്ന സ്ഥലത്ത് നിന്നും സ്വാമി ദർശനത്തിന് വന്ന ബാലകൃഷ്ണ സ്വാമികൾ പമ്പയിലോ ദർശനത്തിനുണ്ടെങ്കിൽ പമ്പ ത്രിവേണി എത്തിച്ചേരണം. സ്വാമികളെ കൂടാതെ ത്രിവേണി അതൊക്കെ കയറുക. ഒരടി വെച്ച് അതൊക്കെ ശരണം വെച്ച് ഭഗവാനെ കാണാൻ കയറുക. ഈ ചെറുപ്പുരമുണ്ട്, ചെറുകുട്ടിയുണ്ട്, ഒരു കറുത്തസ്വാമിയുണ്ട്, ഉച്ചേർസ്വാമിയുണ്ട്, കുരുത്തൂർ തീർത്ഥമുണ്ട്, കുമ്പളന്നുണ്ട്, ഭസ്മക്കുളമുണ്ട്. എല്ലാം നമ്മൾ കണ്ടു കേട്ട് പോകണം. അപ്പാച്ചി വീട്ടിൽ ഉണ്ടേ എറിയണം. സ്വാമിക്ക് സ്വാമി ശരണം. ഞങ്ങളിതാ നിലിമല കയറിക്കൊണ്ടിരിക്കുന്നു. ശരണം ശരണം വിളിക്കും സ്വാമി, ശരണം വിളിക്കും. നമ്മുടെ പാവങ്ങൾ എന്തായാലും തീരും. പാവങ്ങൾ ചെയ്തു പോയ പാവങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി കഠിനവ്രതമായി ഏറ്റുകൊണ്ട് ഇതാ ഗുരുസ്വാമിക്ക് പറ്റുന്ന കാഴ്ച. ഗുരുസ്വാമി പ്രായമായതുകൊണ്ട് ഇച്ചിരി വിഷമത്തിലാണ്. നമുക്ക് എമർജൻസി ആംബുലൻസ് പോകുന്നുണ്ട് ഗൈസ്. പിന്നെ പോകുന്നുണ്ടോ? ടാങ്ക് പോകണോ? ഈ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊക്കെ ഇങ്ങനെ ആക്കിയത് കേട്ടോ. പണ്ട് കാലത്ത് അല്ലേ ഇച്ചായ? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഇത് ഈ വഴിയൊക്കെ? ഈ വഴി മരം പൊട്ടിച്ച് കീറിയിട്ടിട്ട് സൈഡിൽ കൂടെ കുറ്റി അടിച്ച് വെക്കും. എന്നിട്ട് ആ മണ്ണിൽ കൂടെയും പൊടിമണ്ണിൽ കൂടെയും ആ വേരിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നമ്മൾ കയറി പോണേ ശബരിമലയ്ക്ക്. ഭഗവാന്റെ ആ കഴിവ് കണ്ടോ? ഭഗവാന്റെ തേജസ് കണ്ടോ? ഭഗവാന്റെ തേജസ് കണ്ടോ? ഭഗവാന്റെ തേജസ് കൊണ്ടല്ലോ ഇന്ന് ഇത്രയും വന്നില്ല. ജനങ്ങൾ നാളെ 20 ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അറിയും. ആരും എടുക്കാണ്ട് മരത്തിന്റെ കമ്പത്ത് കണ്ടിരിക്കുന്നുണ്ട്. മായവിന് പങ്കം വരാതെ നോക്കണേ. സ്പീഡില്ല കേട്ടോ. അയ്യേ, അത് രണ്ടും കൂടെ എറിഞ്ഞോ? അയ്യോടെ തന്നെ അപ്പുറം ഏറി അവിടെ കേട്ടൊന്നും കൂടെ എറിയുവാണ്. ചരിത്രം പച്ചുവണ്ടല്ലോ. ചരിത്രം പറയാം. ആ പച്ചുവണ്ടും ചിരിക്കാത്ത കാര്യം എറിയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യം 4 എണ്ണം കിട്ടിയില്ലേ? 4 കാലം കിടക്കണം. അപ്പൊ എന്ന് പറഞ്ഞേ 4 എണ്ണം സാമിക്ക് എറിയാൻ പറ്റിയില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല.
ഇത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പാച്ചന് ലിംബ വരിക. ഭഗവാന്റെ ഭൂതഗണം 30 ഭൂതഗണങ്ങൾക്ക് ഭഗവാനെ കാക്കുന്നവരെ അവർക്ക് നമ്മൾ ഇതിനടുത്ത് ആഹാരം കൊടുക്കുന്ന സങ്കല്പം. പൂർണ്ണമായിട്ടും പന്നിയായി രൂപം കൊണ്ട് രാമരാമ എന്ന് പറയുന്നത് അതാ പറഞ്ഞ പന്നി എടുക്കുന്നത്. ഭഗവാന്റെ ഭൂതഗണം കൊടുക്കുന്ന അതാണ് വഴിപാടാണ്. 30 കോടി ചേർമാരുണ്ട്. അതേപോലെ അത്രയും ഭൂതഗണങ്ങളുണ്ട്. യൂട്യൂബിനകത്തോടൊപ്പം നമ്മൾ ഭൂതങ്ങൾക്ക് കൊടുക്കുന്ന പ്രസാദം ഭക്ഷണം അതാണ് അപ്പാച്ചി വീട്ടിൽ ഉണ്ട് വരിക. ഇനി അറിയാത്തവരാണെങ്കിൽ കുഞ്ചു സ്ത്രീമേറ്റ് സെർച്ച് ചെയ്താണ്. ഇത് ആരോടും പറയില്ല. അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇടയ്ക്ക്, അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ അറിഞ്ഞത്. ഏത് കൊടിമരത്തല്ല കൊടിമരത്തിലല്ല, സുരേഷ് ഗോപിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അന്നേരവും ആ ചോദ്യം വന്നപ്പോഴും ഞാൻ വീട്ടിൽ നിന്നാണ് പറഞ്ഞത്. അതിൽ പറഞ്ഞ കുതിര എന്ന് പറഞ്ഞ തെറ്റി. യുദ്ധത്തിന് മാവരല്ലേ അപ്പം മാവര് വന്നത് അല്ല, അമ്മയ്ക്ക് ഈ സുഖമില്ലാത്ത സമയത്താണ് പുലിപ്പുറത്ത് വരുന്നത്. അത് പോകുന്നത് പിടിച്ചോണ്ട് യുദ്ധത്തിന് പോയത് എങ്ങനെയായിരുന്നു? പിടിച്ചുകൊണ്ടിരുന്ന പോലീസ് യുദ്ധത്തിന് പോയത് കുതിരപ്പുറത്തല്ലേ. അപ്പം കുതിരപ്പുറത്ത് പോയപ്പോഴാണല്ലോ ഈ മാവരുമായിട്ട് സംഗമം ഉണ്ടായി അവര് മിത്രമായി. അതല്ലേ അടുത്ത സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ ആ ചൈതന്യം അങ്ങനെ പോകുന്നത്. അപ്പൊ ഇതാരും അംഗീകരിക്കുന്നില്ല. പിന്നെ ചുരുക്കം 99% ഫോട്ടോയിലാണ്. ഇപ്പൊ നമ്മളെ ത്രിവേണിയിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇന്ദ്രദേവനാണ്. അതെ, അത് സങ്കല്പം. അത് തിരുവനന്തപുരം ഒരുപാട് പാട്ടുകൾ പുത്രനല്ലേ, പുത്രനാണ് എവിടെ നിന്നായി അങ്ങനെ നമ്മൾ. പക്ഷെ അയ്യപ്പസ്വാമിയുടെ ആ ബെൽറ്റില്ലേ, ആ ബെൽറ്റ് ഇട്ട് ചങ്ങലെ കൂട്ടിയിട്ട് നമ്മുടെ ചരിത്രം പറയുന്നത് കുതിര തന്നെയാണ്. അതെ, അങ്ങനെ ഓരോ മാറ്റങ്ങളും. ഇവിടുത്തെ വെള്ളവും ഗ്ലൂക്കോസും വിൽക്കുന്നൊരു സ്ഥലങ്ങളാണ്, കടകളാണ്. വത്തക്കയുണ്ട്, നല്ല വത്തക്ക ചെത്തി വെച്ചിട്ട് കക്കിരിക്കുണ്ട്, മുളക് പൊടിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. ഒരെണ്ണത്തിന് 30, ഒരെണ്ണത്തിന് 40 റേറ്റ്. ഗ്ലൂക്കോസിന് 40 രൂപയാണ്. ഞങ്ങൾക്ക് തരാണ്ട് ശൗര്യത വൃത്തിയാണ്. ഒരു മരം പോലും അന്യായമായി മുറിച്ചാണ്. ഞങ്ങൾക്ക് തരാണ്ട് ഗുരുസ്വാമി ഒറ്റയ്ക്ക് ഗ്ലൂക്കോസ് തിന്നുന്നു. അപ്പാച്ചനോട് കഴിഞ്ഞു. பம்பையிலிருந்து சன்னிதானம் வருகின்ற வழிகளில் உள்ள கடைகள் மற்றும் சன்னிதானத்தை ഇത് ശബരിപീഠമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയല്ല ശരംകുത്തി. ഇവിടെ ഇത് കുത്തിയേക്കുന്ന കന്നിസ്വാമികൾ കുത്തുന്ന ശരമാണ്. കന്നിസ്വാമികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരം കുത്തണമെന്നാണ്. ശരംകുത്തിയിലേക്ക് ഇപ്പം കൊടുത്തിവിടാത്തതുകൊണ്ട് ഇവിടെയാണ് കുത്തല്. കടത്തിവിടാത്തതുകൊണ്ട് ഇപ്പം ഇവിടെയാണ് ശരം കുത്തുന്നത്. അങ്ങനെ തിരക്കാണ്, ബ്ലോക്ക് വന്നു കേട്ടോ. സ്വാമി ശർമ്മ തിരക്ക് വന്നു ഗൈസ്, ഫുള്ള് തിരക്ക്. സ്വാമി ശരണം മരക്കൂട്ടത്തെത്തി കേട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു മരക്കൂട്ടത്തെത്തി. നമ്മൾ 9 മണി ആയി. 7 മണിക്ക് കയറാൻ തുടങ്ങിയതാണ്. 2 മണിക്കൂർ കൊടുത്തു മരക്കൂട്ടത്തെത്താൻ വേണ്ടി. ചെറിയ ചെറിയ തിരക്കെല്ലാം വരുന്നുണ്ട് കേട്ടോ. അയ്യ കയറി വരുന്നത് സുഖമില്ലാത്തതുകൊണ്ട്. സന്നിധാനത്ത് നല്ല തിരക്കാന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മളിന്നലെ എന്താ പറയുക, ഏകദേശം ഒരു 10:15 ആയപ്പോഴത്തേക്ക് നമുക്ക് ദർശനം കിട്ടി. 10:15 തന്നെ നമ്മൾ വിരിവെച്ചു. സന്നിധാനത്തുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ അതൊന്നും കാണിക്കാനുള്ള ഒരു തള്ളും തിരക്കൊക്കെ വന്നപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ അത്രയും തിരക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ ഇനി പോകുന്നുണ്ട് വീഡിയോ കാണിക്കാൻ വേണ്ടി. നോക്കട്ടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്, ആഴ്ചസ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ പുലർച്ചയായി. ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് 4:30 5 മണിയായി രാവിലെ. അപ്പോൾ ഇന്നലെ ദർശനം കിട്ടി. നമ്മൾ പെട്ടെന്ന് വന്നു, വിരി വെച്ചു. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കലാണ്. അഭിഷേകം ചെയ്ത് വന്നു. അഭിഷേകം ചെയ്ത് വന്നത്. ഓക്കെ, ബാക്കി പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആഴിയിലേക്ക് തേങ്ങ അറിയാം.
രണ്ടു കിട്ടാ ഫ്രണ്ട്സ്, ഇതാണ് അരവണയുടെ ക്യൂ ആട്ടോ. ഇത്രയും ക്യൂ നിങ്ങൾക്ക് വേണം അരവണ വാങ്ങാൻ. ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാട്ടുപന്നിനെയാണ്. നമ്മൾ ഏകദേശം മലയിറങ്ങാൻ നോക്കലാണ്. തേങ്ങ അടിച്ചിട്ട് നമ്മൾ പോവും. അത് സ്റ്റെബിലൈസ് ഓണാക്കില്ല. ഇതൊരു കാട്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിവിടെ വന്ന് അങ്ങനെയല്ലേ, ഇതാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, ഇതാണ് സന്നിധാനത്തിലെ ഭസ്മക്കുളം എന്ന് പറയുന്നത് കേട്ടോ. അതാ തെങ്ങിൻ തൈയൊക്കെ വെക്കുന്ന സ്ഥലം കണ്ടോ? അപ്പം അതിൻ്റെ അപ്പുറം ഇതുകൊണ്ടോ അതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഭസ്മക്കുളം ഇവിടെ അല്ലായിരുന്നു കേട്ടോ. അവിടെ എവിടെയാണെന്നാണ് പറഞ്ഞ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഗുരുസ്വാമി കാണിച്ചതാണ് ഭസ്മക്കുളം കേട്ടോ. കാണാത്തവർക്ക് കാണാനൊരു അവസരമാണ് അല്ലേ ഗുരുസ്വാമി? അങ്ങനെയല്ലേ ഗുരുസ്വാമി? ഒന്നും കൂടെ കാണിക്കാം. ഇതെന്നാ ഇവിടെ ഗോമാതാവ് നേർച്ച വരുന്ന? അതാ അങ്ങ് വന്നൊരു ആടില്ലേ? ആ, എന്തിനാ പശുവൊക്കെ എന്തിനാ? ഇതെന്നാ ഇത് നേർച്ചയാ? മഴപ്പോയി തേങ്ങ അടിച്ച് നോക്കാം. നമ്മൾ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. എവിടെയാ? నాగరత్నం మాత జోతాలు వచ్చిన గైరమ్మ మాత, గౌరీ మాత వేదికలు తల్లిదండ్రుల ప్రాంతాలు ఎక్కడ ఉన్నా దయచేసి നല്ല തിരക്കാണ്. சாமி, திருச்சி மாவட்டம் உறையூர்ல இருந்து கணேஷ், ரசனா, ராம் பிரபு 3 சாமிகளும் எங்க இருந்தாலும் சாமி பார்த்துட்டு போன் பண்ணுங்க. നല്ല തിരക്കാണ്. അങ്ങ് വരെ വടിവേറെ ഉണ്ട്. കൂടുതലായിട്ട് വന്നാൽ രോഗമാണിക്കൊണ്ട് നല്ല കൂടെ നടപ്പന്തലിലേക്ക് അനൗൺസ്മെന്റ് സെന്ററിൽ നീക്കുകയും ചെയ്ത് എത്രയും പെട്ടെന്ന് അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ മക്കൾക്ക് മൊബൈലൊന്ന് ഇമീഡിയറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക.
ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റ മിനിറ്റ് ഇതൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ താഴെ ഞാൻ ഇന്നലെ കയറും പറഞ്ഞില്ലായിരുന്നു, നമ്മൾ അയ്യപ്പനെ കിട്ടിയ സ്ഥലം കാണിച്ചു തരാമെന്ന്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. ഇപ്പോൾ ഇന്ന് പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ അയ്യപ്പൻ്റെ കുഞ്ഞുനാളിലെ ആ കിട്ടിയ അതേ ചിത്രം, അതായത് ശിവൻ സന്യാസി രൂപത്തിൽ വന്നതും പന്തളരാജാവിൻ്റെയും അയ്യപ്പൻ്റെയും ഫോട്ടോ അവിടെ അതേ ആ കിട്ടിയ സ്ഥലത്ത് അതേ രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാം അമ്പല ദർശനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങോട്ട് നമ്മൾ ത്രൂ എരുമേലി ടു പമ്പ ടു സന്നിധാനം വരുന്നവർക്ക് ഒരു അമ്പലത്തിലും കയറിയില്ല. അങ്ങോട്ട് പോകുമ്പോഴാണ് ചോറ്റാനിക്കര, ഗുരുവായൂർ, കൊട്ടേക്കാവ് മുതലുള്ള എല്ലാ അമ്പലങ്ങളും കയറുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ അയ്യപ്പനെ കണ്ടു കിട്ടിയതെന്ന് പറഞ്ഞു. ഇത് കുതിരയുടെ വെച്ചെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ വാഹനം പുലിയല്ല, കുതിരയാണ്. അതുകൊണ്ടാണ് കുതിരയെ വെക്കുന്നത്. കാരണം പുലിവാഹനം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ വാഹനമല്ല, അങ്ങനെ പറയുന്നതാണ്. അങ്ങാറ്റത്ത് അവിടെ നിന്നാണ് അയ്യപ്പനെ കിട്ടിയത്. അതാണ് അയ്യപ്പനെ കണ്ടുകിട്ടിയത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പമ്പയിലെത്തി. പമ്പ കഴിഞ്ഞ് കുറച്ച് മാറിയിട്ട് കുളിയിൽ ഫ്രഷപ്പ് ഒക്കെ ആക്കി നമ്മൾ നേരിയ അമ്പല ദർശനങ്ങളാണ്. നമ്മളിനി ഏതൊക്കെ അമ്പലത്തിലെ പോകുന്നത്? ഏറ്റുമാനൂർ, വൈക്കം, ചൊറ്റാനിക്കര, കൊട്ടേക്കാവ് കുടുംബക്ഷേത്രം, പിന്നെ ഗുരുവായൂർ, അങ്ങനെ എല്ലാ അമ്പലത്തിലും കയറിയിട്ടാണ് പോവുക. അപ്പം അതൊന്നും അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പം നമ്മുടെ സന്നിധാനം, നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ അവിടെ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പം ബൈ ഹായ്. നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല ഫ്രണ്ട്സ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി തേങ്ങ ഉടച്ച് മാല ഊടുന്നതാണ് ഈ കാണുന്നത്.